ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. പലപ്പോഴും ബന്ധങ്ങൾ വിജയകരമായിട്ട് മുന്നോട്ട് പോകാതെ വരികയും വ്യക്തികൾ തമ്മിൽ പിരിയേണ്ടി വരുന്ന അവസ്ഥയും സർവ്വസാധാരണമായിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ആ ബന്ധത്തിൻ്റെ വേദനയിൽ നിന്നും പുറത്ത് വന്ന് മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആ ബന്ധത്തിലും പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ പരാജയപ്പെട്ട ബന്ധങ്ങളിൽ നിന്നും പുതിയ ബന്ധത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പലപ്പോഴും ഒരാളുടെ തെറ്റുകൊണ്ട് മാത്രമായിരിക്കില്ല ബന്ധങ്ങൾ പരാജയപ്പെടുന്നത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. തെറ്റുകളിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിക്കുകയും പുതിയ ബന്ധത്തിലേക്ക് പോകുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുകയും ഒക്കെയാണ് നമ്മൾ വേണ്ടത്. കഴിഞ്ഞുപോയ ഒരു ബന്ധത്തിൽ നിന്ന് കരകയറാൻ ഒരു പക്ഷേ വളരെയധികം സമയമെടുത്തേക്കാം. അതൊരു തെറ്റൊന്നുമല്ല. അതോടൊപ്പം കുറ്റബോധവും വിഷമവും ഒക്കെ തോന്നിയിട്ടുമുണ്ടാകാം. അതെല്ലാം ആ വേദനയെ മറികടക്കുന്നതിൻ്റെ ഭാഗമാണ്. അവസാനിപ്പിച്ച ബന്ധത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കുകയും അതുപോലെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വീണ്ടും നമ്മളുടെ ചോയ്സ് തെറ്റിപ്പോയാൽ നമ്മളുടെ സങ്കടങ്ങളും കൂടി വരും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ആലോചിച്ച് മാത്രം വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ഈ കഴിഞ്ഞുപോയ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളും അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റുകളുമൊക്കെ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്ന് ചിന്തിക്കുക. മുമ്പത്തെ ബന്ധത്തിൽ എന്താണ് നിങ്ങൾ പ്രവർത്തിച്ചതെന്നും അതുപോലെ പ്രവർത്തിക്കാതെ പോയതെന്നും എന്തൊക്കെയാണ് പ്രവർത്തിക്കാതെ പോയതെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സത്യത്തിൽ ആരെയും കുറ്റപ്പെടുത്താതെ അതിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു പഠനം നടത്തുക. അങ്ങനെ കഴിഞ്ഞുപോയ ബന്ധത്തെ കൃത്യമായി പഠിക്കുകയാണ് ആദ്യം വേണ്ടത്. ഒരു പ്രണയം നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള ഏറ്റവും മോശം ശ്രമങ്ങളിലൊന്നാണ് അടുത്ത ബന്ധം അന്വേഷിച്ച് പോവുക എന്ന പ്രവണത. ശരിക്കും അതൊരു എസ്കേപ്പിസം മാത്രമാണ്. തൽക്കാലത്തേക്ക് അത് ആശ്വാസം തരുമെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഒരു പ്രണയത്തിൻ്റെയോ ബന്ധത്തിൻ്റെയോ വേദനയിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾക്ക് സമയം നൽകേണ്ടതുണ്ട്. കുറച്ചു കാലം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക. അതിലൂടെ കഴിഞ്ഞുപോയ ബന്ധത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച പാളിച്ചകളും ആ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളും വിലയിരുത്താൻ കഴിയും. പിന്നീട് മറ്റൊരു ബന്ധത്തിലാവുമ്പോൾ അത് നിങ്ങളെ കുറച്ചുകൂടി പക്വതയുള്ള വ്യക്തിയായിട്ട് മാറ്റും. മാത്രമല്ല, ഒരു പ്രണയം സമ്മാനിച്ച വേദന മറികടക്കാനായി മറ്റൊരു പ്രണയം തേടുന്നത് പുതിയ ബന്ധത്തിന് ഗുണം ചെയ്യില്ല. പകരം ഒരു ബന്ധം താനെ സംഭവിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. ഈ തെറ്റുകൾ അംഗീകരിക്കുക എന്നത് ഒരിക്കലും ഒരു കുറവായിട്ട് കാണരുത്. തെറ്റുകൾ ആർക്കും സംഭവിക്കാം, അതിനെ അംഗീകരിക്കുക. അതുപോലെ നമ്മുടെ പാസ്റ്റിനെയും അംഗീകരിക്കുക. മുന്നോട്ടുള്ള ജീവിതത്തിൽ വിജയിക്കാനുള്ള ചവിട്ടുപടിയായി നമ്മുടെ പരാജയങ്ങളെയും അതിൽ നിന്നുള്ള പാഠങ്ങളെയും കാണാൻ ശ്രമിക്കുക. ഈ ശരീരത്തിന് സംഭവിക്കുന്ന മുറിവ് പോലെയല്ല നമ്മുടെ മനസ്സിന് സംഭവിക്കുന്ന മുറിവുകൾ. ഇമോഷണലി ഉണ്ടാക്കുന്ന മുറിവുകൾ മാറാൻ കുറേ സമയമെടുക്കും. ആ സമയം നൽകേണ്ടത് നമ്മളാണ്. വിഷമത്തിലൂടെ കടന്നു പോകുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുക. സമയമെടുത്ത് അതിൽ നിന്നും സാവധാനം പുറത്തു വരിക. താൽക്കാലികമായ ആശ്വാസങ്ങളുടെ ഫലവും താൽക്കാലികമാണ്. പലരും മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് ഓർമ്മകളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ശാശ്വതമായ ഹീലിംഗ് നമുക്ക് തരില്ല. അതൊരു ടെമ്പററി മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, പെർമനൻ്റായ പല വിഷമങ്ങളിലേക്കും അത് നമ്മളെ വീണ്ടും എത്തിക്കും. ഓരോ ബന്ധങ്ങളും നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അതെന്താണെന്നതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് നമ്മളുണ്ടാക്കുക. ബന്ധങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതിനെല്ലാം എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. പലരും കഴിഞ്ഞുപോയ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ ഒരുവിധം തളർന്നു പോയിട്ടുണ്ടാവും. പലരും സാഹചര്യങ്ങളിൽ ആവശ്യമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പും കൂടെ തേടുക. ഒരു ബ്രേക്കപ്പ് മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും ബാധിക്കും. മനസ്സിലുണ്ടാക്കുന്ന സ്ട്രെസ്സും സങ്കടവും സംഘർഷങ്ങളും നമ്മുടെ ശരീരത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും. കാരണം മനസ്സും ശരീരവും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും കരുത്തോടെ ഇരുന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രതിസന്ധികളിൽ ഈ രണ്ട് കാര്യങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. പ്രണയം തകർന്നു എന്ന് കരുതി എല്ലാ ബന്ധങ്ങളും മോശമാണ് എന്ന് ചിന്തിക്കുകയും അരുത്. നിങ്ങൾക്ക് സന്തോഷം നൽകാൻ കഴിയുന്ന മനോഹരമായൊരു ബന്ധം നിങ്ങൾക്ക് ലഭിക്കും. അതങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഭാവിയിൽ പുതിയ ഇണയെ കണ്ടെത്തുമ്പോഴും പുതിയ ജീവിതം ആരംഭിക്കുമ്പോഴും നാം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രണയത്തിനുമപ്പുറം മറ്റു പല കാര്യങ്ങളും കൂടിച്ചേരുമ്പോഴാണ് ഒരു ബന്ധം നന്നായി മുന്നോട്ട് പോകുന്നത്.
പരസ്പര വിശ്വാസം, കരുതൽ, മനസ്സിലാക്കൽ എന്നിങ്ങനെ പല ഘടകങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ കാണാതെ പോയ പലതും, അറിയാതെ പോയ പല കാര്യങ്ങളും കാണുന്നതും അറിയുന്നതും ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും മോശം അവസ്ഥയിലായിരിക്കും. ഉദാഹരണത്തിന്, ജീവിതത്തിലെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥ സുഹൃത്തുക്കളെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മുടെ പ്രണയം പരാജയപ്പെടുമ്പോൾ കുറ്റപ്പെടുത്തുന്നവരും പരിഹസിക്കുന്നവരും ഉണ്ടാവും. എന്നാൽ ഒപ്പം ശക്തി പകർന്നു നിൽക്കുന്നവരെ നമുക്ക് കാണാം. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാനായിട്ട് ഇത്തരം അവസ്ഥകൾ നമ്മളെ സഹായിക്കുന്നു. കഴിഞ്ഞ ബന്ധത്തിൽ ഉടക്കിക്കിടക്കാതെ ഈ ലോകത്തെ കണ്ടും അറിഞ്ഞും സ്വയം മനസ്സിലാക്കിയും കൂടെയുള്ളവരെ കരുതിയും സുഖമായിട്ട് ജീവിക്കാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.